35:1 മുതൽ മൂന്നാമത്തെ ക്ലിപ്പ്. ആ ആ 1000 ആണ്ട് വാഴ്ചയിൽ മരുഭൂമിയും വരണ്ട നിലവും ആനന്ദിക്കും. നിർജ്ജന പ്രദേശം ഉല്ലസിച്ച് പനിനീർ പുഷ്പം പോലെ പൂക്കും. അത് മനോഹരമായി പൂത്ത് ഉല്ലാസത്തോടും ഘോഷത്തോടും കൂടി ഉല്ലസിക്കും. ലെബനോന്റെ മഹത്വവും കർമ്മേലിന്റെയും ശാരോന്റെയും ശോഭയും അതിന് കൊടുക്കപ്പെടും. ഒരു നിമിഷം, ലെബനോൻ ഇന്ന് അടിച്ച് പൊളിച്ചിട്ടിരിക്കുക. ലെബനോൻ തകർന്ന് തരിപ്പണമായി കിടക്കുക. ലോകത്തിലെ ഏറ്റവും മനോഹര പട്ടണമായ ലെബനോൻ, ഇസ്രയേലുമായിട്ടുള്ള ബന്ധത്തിൽ ഈ ഭീകരന്മാർ അവിടെ കയറി ഇരുന്നത് കൊണ്ട് ഇസ്രയേൽ തന്നെ ലെബനോനെ തകർത്ത് തരിപ്പണമാക്കി. എന്നാൽ അന്ന് ലെബനോനെ കുറിച്ച് പറയുന്നത് ലെബനോന്റെ മഹത്വവും കർമ്മേലിന്റെ ശാരോന്റെയും ശോഭയും അതിന് കൊടുക്കപ്പെടും. തകർന്നു കിടക്കുന്ന പട്ടണങ്ങൾ പണിയപ്പെടും. മരുഭൂമികൾ ഉല്ലാസം പോലെയായി തീരും. മരുഭൂമി മലർവാടിയായി തീരും. ശൂന്യമായി കിടന്ന മരുഭൂമി പ്രദേശങ്ങളിൽ 1000 ആണ്ട് വാഴ്ചയിൽ തളർത്തുല്ലസിക്കും. പൂക്കളെ കൊണ്ടും വൃക്ഷങ്ങളെ കൊണ്ടും ഫലവൃക്ഷാദികളെ കൊണ്ടും നിറഞ്ഞു വരും. സന്തോഷത്തിന്റെ അവസ്ഥയായിരിക്കുമെന്ന്. അടുത്ത ഉറപ്പിപ്പീൻ. ഭയപ്പെടേണ്ട, നിങ്ങളുടെ ദൈവം പ്രതികാരവും ദൈവത്തിന്റെ പ്രതിഫലവും വരുന്നു. ആമേൻ എന്ന് പറവീൻ. അടുത്ത അവിടെ ആയിക്കട്ടെ. ഒരു നിമിഷം. ഇന്നിപ്പോ വിശ്വാസികളായിട്ടുള്ള എത്ര പേരുണ്ട്? കുരുടന്മാർ, ചെകിടന്മാർ, മുടന്തന്മാർ, ദൈവങ്ങൾ ഒത്തിരി പേര്. എന്നാൽ ഇന്ന് പൽക്കാലം ഞാൻ ആത്മാർത്ഥമായി ഈ വചനത്തിന് മുൻപാകെ വിളിച്ചു പറയുന്നു, ഈ കുരുടന്മാരായോ മുടന്തന്മാരായോ ഊമന്മാരായോ ഏത് ബലഹീന അവസ്ഥയിൽ അവരുടെ ശരീരമായിരിക്കുന്നുവോ, വിശ്വസ്തയോടെ അവർ ഈ കർത്താവിന്റെ പ്രമാണം അനുസരിച്ച് ജീവിച്ചാൽ അവരുടെ കുരുട് കണ്ണുകൾ തുറന്നു വരുന്ന സിനിമ. അവരുടെ മുടന്തുകൾ മാറുന്ന ദിവസങ്ങളാണ്. അവരുടെ ശരീരത്തിന്റെ ബലഹീനകൾ മാറുന്ന ദിവസങ്ങളാണ്. കാരണം 1000 ആണ്ട് വാഴ്ചയിൽ ഒരു കുരുടനും കാണത്തില്ലെന്ന് വചനം പറയുന്നു. ഒരു മുടന്തനും കാണത്തില്ലെന്ന് വചനം പറയുന്നു. ഒരു ചെകിടനും കാണത്തില്ലെന്ന് വചനം പറയുന്നു. ഒരു ബലഹീന അവസ്ഥകളും ആ ദൈവകൃപയിൽ നിലനിന്ന് ജീവിച്ച് മരിച്ചുപോയ 1000 ആണ്ട് വാഴ്ചയിൽ ചെന്ന് ആ വാഴ്ചയുടെ അവസ്ഥയിലേക്ക് പ്രവേശിക്കുന്ന ഒരു ഭക്തന്റെ ജീവിതത്തിൽ ഒരു ബലഹീനവും അവന്റെ ശരീരത്തിൽ കാണത്തില്ല. എന്താ കാര്യം? ദൈവകൃപ കൊണ്ട് 1000 ആണ്ട് വാഴ്ചയിലെ ജനത്തെ മുഴുവൻ ദൈവം നിറയ്ക്കുന്ന ദിവസങ്ങളാണത്. ഒരു ബലഹീനനും കാണത്തില്ല, ഒരു ക്ഷീണമുള്ളവനും കാണത്തില്ല, ഒരു വയ്യെന്ന് പറയുന്നവനും കാണത്തില്ല. ഹല്ലേലൂയ. ഇന്ന് യോഗത്തിന് കൊണ്ട് ഇന്നെനിക്ക് വയ്യ, ഭയങ്കര ക്ഷീണം എന്ന് പറഞ്ഞ് കിടക്കുന്നവരുണ്ട്. എനിക്കറിയാം, ഞാനത് തെറ്റു പറയല്ല. അത് ക്ഷീണം ഉള്ളതുകൊണ്ട് അവർ പോകാത്തത്. എന്നാൽ 1000 ആണ്ട് വാഴ്ചയിൽ ഒരു ക്ഷീണക്കാരനും കാണത്തില്ല, ഒരു ബലഹീനനും കാണത്തില്ല, ഒരു കുരുടനും കാണത്തില്ല, ഒരു മുടന്തനും കാണത്തില്ല, ഒരു ചെകിടനും കാണത്തില്ല. ചെകിടുകൾ തുറന്നു വരും. കണ്ണുകൾ സ്തോത്രം, ചെകിടിന്റെ ആ അവസ്ഥകൾക്ക് വ്യത്യാസം വരും. കേൾക്കാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് വരും. കണ്ണുകൾക്ക് കാണാൻ കണ്ണ് തുറന്നു വരും. മുടന്തന്റെ മുടന്ത് മാറും, ചെകിടിന്റെ ചെകിട് മാറും. സ്തോത്രം, വ്യത്യാസം വരും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ദൈവരാജ്യത്തിന്റെ അംശികളായി തീരാൻ ഈ ദിവസങ്ങളിൽ നമ്മൾ ഒരുങ്ങി കർത്താവ് വന്ന് കാഹളം ധ്വനിച്ച് കർത്താവിന്റെ വരവിൽ നിന്ന് എടുക്കപ്പെട്ടാൽ 1000 ആണ്ട് വാഴ്ചയിൽ ഈ അനുഭവത്തിലൂടെ പോകുന്നവർക്കെല്ലാം വലിയ വിടുതലായിരിക്കുമെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. വായിക്കാം പാസ്റ്റർ, അടുത്ത വാക്യം. കുരുടന്മാരുടെ കണ്ണ് തുറന്നു വരും, ചെകിടന്മാരുടെ ചെവി തുറന്നു വരികയില്ല. 6 തൊട്ട് അവിടെ നിൽക്കട്ടെ. മുടന്തൻ മാനിനെ പോലെ ചാടുമെന്ന്. എന്റെ പൊന്നെ, എന്താ ഈ പറയുന്നേ? 1000 ആണ്ട് വാഴ്ചയിൽ മുടന്തൻ മാനിനെ പോലെ ചാടും. സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിന്റെ വാതിക്കൽ ഒരു മുടന്തലിരുന്നു. പത്രോസ് യോഹന്നാനും കൂടി അങ്ങോട്ട് കയറി ചെല്ലുമ്പോ അത് വല്ലതും കിട്ടുമെന്ന് പറഞ്ഞ് നോക്കി. പത്രോസ് എന്താ പറഞ്ഞു? വെള്ളിയും പൊന്നും ഇനിയിപ്പോ ഞങ്ങൾക്ക് കൊണ്ട് ഇഷ്ടം പോലെ. സ്തോത്രാഴ്ച ഇടാൻ കാശില്ലെങ്കിൽ വെള്ളിയും പൊന്നും ഇട്ടോളാനായിട്ട് നമ്മുടെ സഹോദരന്മാർ പറഞ്ഞു. ഇട്ടിട്ട് വാങ്ങി കൂട്ടി പിന്നെ എന്തൊക്കെ വെച്ചിരിക്കുന്നവര് കോടിക്കണക്കിന് രൂപ സമ്പാദിച്ച് മാളുകൾ ഉണ്ടാക്കി, വലിയ വലിയ ബിൽഡിങ്ങുകൾ ഉണ്ടാക്കി, വലിയ വലിയ സ്വത്തുകൾ ഉണ്ടാക്കി, അവരുടെയും അവരുടെ അച്ഛന്റെ പേരിലും അവരുടെ മക്കളുടെ പേരിലും പേര് കൂട്ടി കരവടച്ച് സുഖിച്ചുകൊണ്ടിരിക്കുന്ന സുഖിയന്മാരോട് ഇന്ന് പോൽക്കാലം ഞാൻ പറയുന്നു, വെള്ളിയും പൊന്നും നമുക്കില്ല. അപ്പോസ്തലന്മാർക്കില്ല, നമുക്കും ഇല്ല. അവർക്കില്ലാത്ത എന്തിനാ അപ്പൊ നമുക്ക്? വെള്ളിയും പൊന്നും ഇല്ല.
നിനക്കുള്ളത് നിനക്ക് തരുന്നു. ദേവാലയത്തിൽ ചെന്നപ്പോൾ അവൻ എന്ത് ചെയ്തു? ഈ മുടന്തൻ എന്ത് ചെയ്തു? ചാടി ദൈവത്തെ മഹത്വപ്പെടുത്തി. അങ്ങനെയല്ലേ എഴുതിയിരിക്കുന്നു? അത് വായിക്കേണ്ട സമയമില്ല. നമുക്ക് തുള്ളിച്ചാടിയോ മഹത്വപ്പെടുത്തിയെന്ന് എഴുതിയിരിക്കുന്നു. അപ്പൊ അവിടെ കുറെ പേര് ഇരിപ്പുണ്ട്. അവരെല്ലാം ഇതെന്ത് കളിയില്ല, ഇവിടെ എന്തിനാ തുള്ളും? ഞങ്ങളൊക്കെ വലിയ വലിയ ആൾക്കാർ വിടുതൽ പ്രാപിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവൻ ഇന്നലെ വിടുതൽ പ്രാപിച്ചവൻ കിടന്ന് തുള്ളേണ്ട കാര്യം എന്താ? ദൈവമക്കളെ, ദൈവത്തിൽ നിന്ന് യഥാർത്ഥമായി വിടുതൽ അനുഭവിച്ചാൽ അവന് സന്തോഷിക്കാതിരിക്കാൻ പറ്റത്തില്ല. അവൻ ആനന്ദിക്കും, അവൻ ഹല്ലേലൂയ പറയും, അവൻ സ്തോത്രം പറയും. അത് നമ്മളെപ്പോലെ ഊമന്മാരെ പോലെ ഇരിക്കത്തില്ല. വചനത്തിന്റെ വെളിപ്പാടുകൾ തുറന്നു വരുമ്പോൾ നിങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കെ, ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കെ, നമ്മുടെ പ്രശ്നങ്ങൾ മഞ്ഞുപോലെ ഉരുകിപ്പോകും. ഭൂരബലബദല ശാന്തരാജനകൾ ഹാലലുയ. മുടന്തൻ മാനിനെ പോലെ ചാടും. അടുത്ത ഊമൻ, വാതുറക്കാതിരുന്ന ഊമന്റെ നാവൊക്കെ എന്ത് ചെയ്യും? ഉല്ലസിച്ചു ഘോഷിക്കും 1000 ആണ്ട് വാഴ്ചയിൽ. മരുഭൂമിയിൽ വെള്ളവും നിർജ്ജന പ്രദേശത്ത് തോടുകൾ പൊട്ടിപ്പുറപ്പെടും. എത്ര മനോഹരമാണ്! ഈ രാജസ്ഥാൻ മരുഭൂമിയിലാണെന്ന് തോന്നുന്നു, എൻ്റെ ഓർമ്മ ശരിയില്ല. മഴ ഒട്ടും പെയ്യാതെ വന്നു കഴിഞ്ഞാൽ ഈ മരുഭൂമി വിണ്ട് കീറും. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? വിണ്ട് കീറും. സഹാറ മരുഭൂമി, നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. ചൂട് കൊണ്ട് പൊള്ളിപ്പോകും. വല്ല AC വണ്ടിയിലേക്ക് അങ്ങോട്ടൊക്കെ പോകാൻ പറ്റില്ല ആ ദേശത്ത്. അങ്ങനെ വരണ്ട് കിടക്കുന്ന ആ ദേശങ്ങളൊക്കെ 1000 ആണ്ട് വാഴ്ചയിൽ എന്താ അവിടെ വായിച്ചത്? അത് വായിച്ചു. മരുഭൂമിയിൽ വെള്ളവും നിർജ്ജന പ്രദേശത്ത് തോടുകളും പൊട്ടിപ്പുറപ്പെടും. മരീചിക ഒരു പൊയ്കയായും വരണ്ട നില നീറുറവായും തീരും. കുറുക്കന്മാരുടെ പാർപ്പിടത്ത് ഇന്ന് കുറുക്കന്മാർ കിടക്കുന്ന ഒരു സാധനം വളരത്തില്ല. എന്നാൽ ആ കിടന്ന സ്ഥാനത്ത് എന്ത് ചെയ്യും? പുല്ലും ഓടയും ഞാങ്ങണയും വളരും. അതായത് ഒരു സമൃദ്ധി, ഒരു പച്ചിപ്പ്, ഒരു സന്തോഷത്തിന് ഇടതരുന്ന അവസ്ഥയിലേക്ക് ഈ ലോകത്തുള്ള മരുഭൂമിയായി കിടക്കുന്നതെല്ലാം മലർവാടിയായി തീരും. എപ്പോൾ? യേശു ക്രിസ്തുവിന്റെ 2000 ആണ്ട് വാഴ്ച സമയം. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. അപ്പൊ നമുക്ക് കർത്താവിനോടൊപ്പം ആയിരിക്കുന്നത് നമുക്ക് എന്ത് സന്തോഷമായിരിക്കും. ചൂടില്ല, വലിയ തണുപ്പില്ല, നല്ല സുശാന്തസുന്ദരമായ അവസ്ഥ. അങ്ങോട്ടൊക്കെ ഇറങ്ങി നടന്നാൽ ഈ പാമ്പൊക്കെ കൂട് വെച്ചുകൊണ്ടിരുന്ന മാളത്തിൽ കുഞ്ഞുങ്ങൾ കൈയിട്ട് കളിക്കുന്നതാണ്. പാമ്പ് ഇറങ്ങിപ്പോയാൽ അവിടെ പോകത്തുള്ളൂ, ഒന്നും ചെയ്യത്തില്ല. ഇപ്പോൾ ഒരു മാനിനെ കണ്ടാൽ, ഒരു പുലി കണ്ടാൽ എന്ത് ചെയ്യും? ഓടിച്ചിട്ട് കടിച്ച് കീറും. പുലികൾ തമ്മിൽ കടിച്ച് കീറും. സിംഹങ്ങൾ തമ്മിൽ കടിച്ച് കീറും. മൃഗങ്ങൾ, ആന, ഇതുപോലെ വലിയ വലിയ മൃഗങ്ങൾ തമ്മിൽ കടിച്ചു കീറുകയും കുത്തിക്കൊല്ലുകയും ചെയ്ത സംഭവങ്ങൾ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നു. 1000 ആണ്ട് വാഴ്ചയിൽ മൃഗവും മനുഷ്യനും തമ്മിൽ സ്നേഹിക്കുന്ന സന്തോഷത്തിന്റെ ദിനങ്ങളായിരിക്കുമെന്ന് ഈ ഹിന്ദുക്കൾ പറയുന്ന സ്വതന്ത്രം മാവേലി നാട് വാണിരംഗ മനുഷ്യരൊക്കെ ഒരുപോലെ എന്നൊക്കെ അവര് ചുമ്മാ കിടന്ന് പാടുമ്പോൾ, ഇതൊക്കെ വെറുതെ പാടി തള്ളുമ്പോൾ നമുക്ക് അങ്ങനെയല്ല. 1000 ആണ്ട് വാഴ്ചയിൽ ഈ ഭൂമിക്ക് സംഭവിക്കാൻ പോകുന്ന രൂപാന്തരം വളരെ വലുതാണ്, സന്തോഷം തരുന്നതാണ്. നിത്യാനന്ദം നമ്മുടെ തലമേൽ ഉണ്ടായിരിക്കുമെന്നാണ് ആ അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആ കാണാത്ത ആ അത്ഭുതകരമായ അവസ്ഥ പ്രാപിപ്പാൻ ഈ ദൈവമക്കൾ ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിച്ചും വചനം ധ്യാനിച്ചും സന്തോഷിച്ചും ആ വചനത്തിന്റെ പ്രത്യാശയിൽ മുന്നേറണമെന്ന് ഞാൻ കർത്താവിന്റെ നാമത്തിൽ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. ഹല്ലേലൂയ. അതാണ് നമ്മുടെ പ്രത്യാശ. ഞാനെപ്പോഴും ചിന്തിക്കും, കർത്താവേ, പ്രശ്നങ്ങൾക്കൊരു നീക്കമൊക്കെ ഇല്ലല്ലോ. അപ്പൊ ഒരു മറുവശത്തൊരു ശബ്ദം, ഉടനെ ഉണ്ടാകും നീക്കുക. ഒന്നിനെ നീ മരിക്കും, അല്ലെങ്കിൽ കർത്താവ് വരും, അതോടെ സകലതും. ഒരിക്കൽ മരണവും പിന്നെ നാഗരിയും ദൈവ മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു. മരണാനന്തര ജീവിതം ക്രിസ്തുവോടുകൂടി ആയിരിക്കുന്ന 1000 ആണ്ട് വാഴ്ചയിൽ ചെന്നെത്തുന്ന ഒരു ദൈവവൈതലിന് ദുഃഖിക്കേണ്ട യാതൊരു വിഷയങ്ങളുമില്ല. വെളിപ്പാട് 21-ന്റെ 1 മുതൽ 5 വരെ ഞാൻ പറഞ്ഞു. എന്തുണ്ട്? കണ്ണുനീരുണ്ട്, ദുഃഖമുണ്ട്, മുറവിളിയുണ്ട്, കഷ്ടതയുണ്ട്, മരണമുണ്ട്. 5 കൂട്ടം കാര്യങ്ങളുണ്ട്. വെളിപ്പാട് 21-ന്റെ 1 മുതൽ 5 വരെ വായിച്ചു പഠിക്കുമ്പോൾ 5 കൂട്ടം കാര്യങ്ങൾ ഈ ഭൂമിയിലുണ്ട്. പുതിയ ആകാശം ഭൂമിയിൽ അതില്ല, 1000 ആണ്ട് വാഴ്ചയിൽ അതില്ല, നിത്യതയിൽ അതില്ല. അതുകൊണ്ട് ആ നിത്യത പ്രാപിക്കാൻ വേണ്ടി ഓടിക്കണം.
ഇപ്പം സ്വർഗരാജ്യം പ്രാപിക്കാനും നിത്യത പ്രാപിക്കാനുള്ള ഒന്നുമില്ല. വല്ലതൊക്കെ കിട്ടുമോ പാസ്റ്റർ? എൻ്റെ ഗൾഫിൽ നിന്ന് വന്നൊരു സഹോദരനോട് ചോദിച്ചു, പാസ്റ്ററെ സുവിശേഷ വില ചെയ്യാണെന്നൊക്കെ കണ്ടു, വല്ല ദൈവത്തിൻ്റെ ആലോചന വല്ലതും ഉണ്ടോ പറഞ്ഞു തരാം. അതേ ആലോചനയുണ്ട്. ഈ വചനമനുസരിച്ച് ജീവിച്ചില്ലെങ്കിൽ നരകത്തിൽ പോകുമെന്നുള്ളൊരു ആലോചനയുണ്ട്. പിന്നല്ല ഞാനെന്താ പറയാ, ചിന്തിക്കുക കൂടി ചെയ്തോണം. ദൈവത്തിൻ്റെ ആലോചന വല്ലതും ഉണ്ടോ? അത് ആലോചനയല്ലേ. ഈ വേദോസ്തവത്തിൻ്റെ പ്രമാണം അനുസരിച്ച് ജീവിച്ചില്ലെങ്കിൽ, അപ്പോസ്തലന്മാരുടെ ഉപദേശം അനുസരിച്ച് ജീവിച്ചില്ലെങ്കിൽ നരകത്തിൽ പോയി വീഴുമെന്നൊരു ആലോചന. അത് കേട്ടപ്പോൾ നെറ്റിയൊക്കെ ചൂടി. പുള്ളി വിചാരിച്ച് എന്നെ രണ്ടാമതും ഗൾഫിലേക്ക് വിടുമോ, മക്കളെ വിസ കൊടുത്ത് അങ്ങോട്ട് വിടുമോ, വലിയ കെട്ടിടം മേടിക്കുമോ, ഓടി കാറ് മേടിക്കുമോ, ഇതൊക്കെയാണ് എല്ലാവരുടെയും ചിന്ത. എടി ഇതൊക്കെ തെറ്റാണെന്ന് ഞാൻ പറഞ്ഞു വയ്ക്കുകയില്ല. കർഷകരുടെ നടുവിൽ ദൈവം നമ്മളങ്ങനെ ചിന്തിക്കും, ചിലപ്പോൾ അത് ചിന്തിച്ചെന്ന് വരാം. എന്നാൽ അതിനേക്കാൾ ഉപരി നമ്മുടെ ജീവൻ, ഈയിടയ്ക്ക് ഒരു ഭാഷ പറഞ്ഞല്ലോ, നമ്മുടെ പ്രാണൻ നഷ്ടപ്പെട്ടാൽ, ഈ വലിച്ചുകൊണ്ടിരിക്കുന്ന ശ്വാസം നിലച്ചുപോയാൽ നമ്മുടെ ആത്മാവ് ഇവിടെ പോകുമെന്ന് നമ്മൾ ചിന്തിക്കണം. അതാണ് ഏറ്റവും പ്രധാനം. കാരണം ഒറ്റ ആയുസ്യമുള്ളൂ നമുക്ക്. ഈ വലിച്ചു കൂട്ടുന്ന ഈ ദീർഘശ്വാസം ഈ ശരീരത്തിൽ നിന്ന് മാറ്റപ്പെട്ടാൽ ഈ ഒരായുസ്സിൽ നമ്മൾ എന്ത് നേടി? ഭൂമി ഒന്നും നേടിയില്ല. ചിലർ പറയായിരിക്കും കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഉള്ളൂ. ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ, ഞാനൊരു ലാസറിനെ പോലെ ജീവിച്ചു കർത്താവേ, സാരമില്ല. അബ്രഹാമിന്റെ മടി എന്ന് വിശേഷിപ്പിക്കുന്ന ആ നിത്യ സന്തോഷത്തിലേക്ക് നീ പ്രവേശിക്കുന്ന നാളുകൾ വരുന്നു. ഒരൊറ്റ ശ്വാസം വലിച്ച് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടാൽ, ദൈവകൃപയിൽ നിലനിന്ന് ജീവിക്കുന്ന ഒരു ദൈവവൈതലാണെങ്കിൽ വിശ്രാമ സ്ഥലത്ത് വിശ്രമിക്കും. കർത്താവിന്റെ പ്രത്യക്ഷതയിൽ അവിടെ നിന്ന് ഉയർത്തെഴുന്നേറ്റ് സ്വർഗരാജ്യത്തിലേക്ക് പോകും. 7 വർഷത്തെ മഹോദരകാലം ഇവിടെ നടക്കും. അത് കഴിഞ്ഞതിന് ശേഷം 1000 ആണ്ട് വാഴ്ചയ്ക്ക് വേണ്ടി നമ്മൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന 1000 ആണ്ട് വാഴ്ചയിലേക്ക് നമ്മൾ ഇവിടെ വരാനിടയായി. ഒരു കാര്യം മാത്രം നീ ചെയ്താൽ മതി, നേരെ ചൊവ്വ അങ്ങ് ജീവിച്ചാൽ മതി. എന്താണെന്ന് പറഞ്ഞാൽ വലിയ മലയൊന്നും എടുത്ത് തലയിൽ വെക്കണ്ട, നേരെ ചൊവ്വ ജീവിക്കുക. ഞങ്ങൾ വാക്കിനാലോ ലേഖനത്താലോ തന്ന പ്രമാണങ്ങളെ അനുസരിച്ച് ജീവിച്ചാൽ നമുക്ക് ആ നിത്യത പ്രാപിച്ചെടുക്കാൻ പറ്റും. വായിച്ചു നിർത്തിയ ഭാഗത്തു നിന്ന് പിന്നെ നമുക്ക് വരാം. ഓമന്റെ ആവശ്യം സ്വതന്ത്രം 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 അന്ന് മുടങ്ങ 6:35 അവിടെയാണ് നമ്മൾ വായിച്ചത്. മരുഭൂമിയിൽ വെള്ളവും നിർജ്ജന പ്രദേശത്ത് തോടുകളും പൊട്ടി. ഇന്ന് എത്ര മരുഭൂമി, സഹാറ മരുഭൂമി പോലെ ഇന്ത്യയിലുണ്ട് അല്ലേ? രാജസ്ഥാനിലെ മരുഭൂമിയില്ലേ? ഇന്ത്യയിൽ ഇഷ്ടംപോലെ മരുഭൂമിയില്ലേ? സൗദി അറേബ്യയുടെ പകുതി മരുഭൂമിയാണ്. മിഡിൽ ഈസ്റ്റ് രാഷ്ട്രങ്ങളുടെ പകുതിയും മരുഭൂമികളാണ്. ഓരോ രാജ്യത്തിനും പകുതിയിലധികവും മരുഭൂമി കൊണ്ട് നിറഞ്ഞു കിടക്കുക നമ്മുടെ ലോകം മുഴുവൻ. എന്നാൽ 1000 ആണ്ട് വാഴ്ചയിൽ സർവശക്തനായ ദൈവത്തിന്റെ പ്രവാചകനായ യെശയ്യാവ് പറയുകയാണ്, 1000 ആണ്ട് വാഴ്ചയിൽ എന്ത് സംഭവിക്കും? മരുഭൂമിയിൽ വെള്ളവും നിർജ്ജന പ്രദേശത്ത് തോടുകൾ പൊട്ടിപ്പുറപ്പെടും. തോടുകൾ. പെരുമ്പാവൂർ പോയപ്പോൾ ഞാനൊരു സംഭവം കണ്ടു. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പോവുകയാണ്. ആ വെള്ളമില്ലാത്ത സ്ഥലത്തുകൂടി ഒരു വലിയ തോട് ഇങ്ങനെ വെട്ടിവിട്ടിട്ടുണ്ട്. നല്ല ഉണക്ക് വരുമ്പോൾ സർക്കാർ വെള്ളം അടിച്ചു വിടും, നല്ല നിറച്ച് വെള്ളം അടിച്ചു വിടും. അപ്പോൾ കൃഷി ചെയ്യാൻ വേണ്ടി ആ തോട് പോകുന്ന സ്ഥലത്തുള്ളതെല്ലാം എന്ത് ചെയ്യാം? പോസിറ്റ് അവർക്ക് വെള്ളം എടുക്കാൻ യഥേഷ്ടം ഉപയോഗിക്കാം. 10 പൈസ കൊടുക്കില്ല. ഇഷ്ടംപോലെ വെള്ളം, കണ്ണീര് പോലത്തെ വെള്ളം. ഒട്ടും വെള്ളമില്ലാത്ത സമയത്ത് അതിൽ കൂടി വെള്ളം കയറ്റി വിടും. മരുഭൂമിയിൽ തോടുകൾ. 1000 ആണ്ട് വാഴ്ചയിൽ തോടുകളും നനവും കൊണ്ട് ഈ മരുഭൂമി മുഴുവൻ സമ്പൽ സമൃദ്ധമാകും. നിങ്ങൾക്കറിയാമോ, മരുഭൂമി നന്നായിട്ട് ഫലങ്ങൾ കായ്ച്ച് ഫലവൃക്ഷാദികൾ നട്ട് ഫലങ്ങൾ കായ്ച്ചു തുടങ്ങിയാൽ ഇഷ്ടംപോലെ ഫുഡായില്ലേ കഴിക്കാൻ? ഇഷ്ടംപോലെ ആയില്ലേ? മനുഷ്യന് തിന്ന് തൃപ്തി വരത്തക്ക നിലയിലുള്ള ഫലസമ്പുഷ്ടമായ അവസ്ഥയാണെന്ന് ഉണ്ടാകാൻ പോകുന്നത്. അത് 1000 ആണ്ട് വാഴ്ചയിലാണ് സംഭവിക്കുന്നത്, ഇപ്പോഴല്ല. അതുകൊണ്ട് ദൈവമക്കളെ 1000 ആണ്ട് വാഴ്ചയിലേക്ക് ചെല്ലെത്താൻ അക്ഷാന്ത പരിശ്രമം ചെയ്ത് ദൈവവചനം അനുസരിച്ച് വിശുദ്ധിയോടെ വേർപാടോടെ ജീവിച്ചുകൊള്ളണമെന്ന ഞാൻ നിങ്ങളോട് എനിക്ക് ബുദ്ധിപദേശം പറയാനുള്ളത്. അടുത്ത വർണ്ണനില നിർവ്വഹിച്ചു തീരും. കുറുക്ക് മരീചിക ഒരു പൊയ്കയായും വരണ്ട നിലം നീരുറവകളായും തീരും.
ആ ആ അതെ അടുത്ത് ഉണ്ടാകും. ആ 1000 ആണ്ട് വാഴ്ചയിൽ ഒരു അശുദ്ധനും കടക്കില്ലെന്നുള്ളൊരു അർത്ഥമാണ് അവിടെ. ആ വിശുദ്ധമായ പാതയിലൂടെ ദൈവം കർത്താവ് ഭരിക്കുന്ന ആ രാജ്യം, ഇന്ന് 160 ചില്ലുവാനും രാജ്യങ്ങളുണ്ടെന്ന് 200 ഉണ്ടെന്നൊക്കെ അവർ പറയുന്നത്. എന്തോ ആട്ടെ, എത്രയോ രാജ്യങ്ങളുണ്ട്. ചില രാജ്യങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ വളരെ നെതർലൻഡ്, സ്വിറ്റ്സർലൻഡ്, അതുപോലെ യുക്രൈനൊക്കെ അങ്ങനെയുള്ള രാജ്യങ്ങളാണ്. സമ്പൽ സമൃദ്ധമാണ്, ഫലപുഷ്ടി കൊണ്ട് നിറഞ്ഞു കിടക്കുന്ന രാജ്യങ്ങൾ, ഉറവകളും ഒക്കെയുള്ള രാജ്യങ്ങളാണ്. അവിടെയൊക്കെ ചെന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് പോരാൻ തോന്നില്ല. അതുപോലെ മനോഹരമാണ്. അതിനേക്കാൾ ഇരട്ടി മനോഹരമായി തീരുമെന്ന പ്രവാചകനിലൂടെ പറയുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. ആ സ്ഥലത്തു കൂടി ഒരു വിശുദ്ധ വഴി എന്ന് പേരാകും, ഒരു അശുദ്ധനും അതിൽ കൂടി കടക്കയില്ല. അർത്ഥം 1000 ആണ്ട് വാഴ്ചയിൽ അശുദ്ധൻ അവിടെ സ്ഥാനമില്ല. ഞാൻ വിശുദ്ധനായിരിക്കാൻ നിങ്ങൾ വിശുദ്ധരായിരിക്കുമെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഹല്ലേലൂയ. വിശുദ്ധിയോടെ ജീവിക്കുന്നവർക്കാണ് 1000 ആണ്ട് വാഴ്ചയിൽ ചെന്നെത്താൻ കഴിയുക എന്ന് ഓർത്തുകൊള്ളണം ദൈവമക്കൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്ത് വായിച്ചാട്ടെ. കടന്നു പോകുകയില്ല. ആ വഴിതെറ്റിപ്പോകയില്ല. ആ അടുത്ത് ആ ആ വീണ്ടെടുക്കപ്പെട്ടവർ അവിടെ നടക്കും. ഏത് വീണ്ടെടുപ്പാ? യേശു കർത്താവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവർ, യേശു കർത്താവിന്റെ ചോര കൊണ്ട് വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ അവിടെ നടക്കും. ഒരു അശുദ്ധിനും അതിൽ നടക്കുകയില്ല. ഇന്ന് ദൈവമക്കളെന്ന് പറഞ്ഞ് അശുദ്ധിയിൽ ജീവിക്കുന്ന വലിയ സമൂഹങ്ങളുണ്ട്, സംഘടനാ നേതാക്കന്മാരുണ്ട്, വിശ്വാസികളുണ്ട്. ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. എൻ്റെ കൂടെ പെരുമ്പാവൂരിലുള്ളൊരു കർത്താവിൻ്റെ ദാസനോട് പുള്ളി പറയുന്നത്, സ്വർഗരാജ്യം തരിച്ചു കിടന്നാലും പെന്തക്കോസ്തർ ഒറ്റ എണ്ണായിട്ട് പുള്ളിക്ക് പോകത്തില്ല. എന്താ കാര്യം? കാരണം അതുപോലെ ജീവിക്കുന്നുണ്ടോ പുള്ളി പറയുന്നു. മാതൃകയില്ലാതെ ജീവിതം നയിക്കുക. എനിക്കും അത് തന്നെ പറയാനുള്ളത്. ഒരു അശുദ്ധിനും അതിലേ പോകുകയില്ല. വടിവിട്ട് നടക്കുന്ന ആരും അവിടെ ചെല്ലത്തില്ല. പ്രമാണം അനുസരിക്കാത്തവർക്ക് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് വിശുദ്ധന്മാരാകുക. പത്രോസിന്റെ ലേഖനത്തിലൊരു വാക്യം എൻ്റെ ഹൃദയത്തിലേക്ക് വരുന്നു. പത്രോസിന്റെ 1-ാം ലേഖനം എല്ലാവരും എടുത്താട്ടെ. വളരെ മനോഹരമായൊരു വാക്യം, ശക്തമായൊരു വാക്യം. പത്രോസിന്റെ 1-ാം ലേഖനം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പണ്ട് നിങ്ങളുടെ അജ്ഞാനകാലത്ത് 1:14 മുതൽ, പണ്ട് നിങ്ങളുടെ അജ്ഞാനകാലത്തുണ്ടായിരുന്ന മോഹങ്ങളെ മാതൃകയാക്കാതെ നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുവിൻ. ഞാൻ വിശുദ്ധനായിരിക്കാൻ നിങ്ങളും ഞാൻ വിശുദ്ധനായിരിക്കാൻ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ. മതി, ഒരശുദ്ധനും അവിടെ ചെല്ലത്തില്ല. ദൈവം വിശുദ്ധനായിരിക്കുന്നത് പോലെ വിശുദ്ധിയോടെ ജീവിക്കുന്നവർക്ക് മാത്രമേ അവിടെ ചെന്നെത്താൻ പറ്റുകയുള്ളൂ. ലോകത്തിന്റെ സ്നേഹം നമ്മൾ അശുദ്ധിയിലേക്ക് കൊണ്ടുപോകുന്നതാണ്. ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം, ഇതെല്ലാം നമ്മളെ ലോകത്തിലേക്ക് വലിച്ചടയ്ക്കുന്നതാണ്. കഴിഞ്ഞ ദിവസം എൻ്റെ ഹൃദയത്തിൽ ഒരു വചനം വന്നു. ചില വചനങ്ങൾ ഞാനത് മെസ്സേജ് ആക്കാനായിട്ട് എഴുതിയിട്ട് ഞാനത് പറയാൻ പോവായിരുന്നു. എൻ്റെ രാജ്യം ഐഹികമല്ല. എൻ്റെ രാജ്യം ഐഹികമായിരുന്നെങ്കിൽ എൻ്റെ ചേവർ എനിക്ക് വേണ്ടി പോരാടുമായിരുന്നു. എൻ്റെ രാജ്യം ഐഹികം. ദൈവമക്കളെ, എന്നെ കേൾക്കുന്ന ദൈവസഭയെ, കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കുന്ന രാജ്യം ഈ ലോകപ്രകാരമുള്ളതല്ല. എന്താ കാര്യം? ഈ ലോകം മുഴുവൻ അശുദ്ധി കൊണ്ട് നിറഞ്ഞു കിടക്കുക. ഈ ലോകം സാത്താന്റെ നിയന്ത്രണത്തിലാണ്. ഈ ലോകം സാത്താൻ ഭരിക്കുകയാണ്. ഈ ലോകത്തിന്റെ ദൈവം സാത്താനാണ്. ഇവിടുത്തെ രാഷ്ട്രീയം, ഇവിടുത്തെ മതങ്ങൾ, ഇവിടുത്തെ എല്ലാം വിദ്യാഭ്യാസ മേഖല മുഴുവൻ സാത്താൻ അറ്റാക്ക് ചെയ്തിട്ടിരിക്കുകയാണ്. നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കണം അത്. അതുകൊണ്ടാണ് നിങ്ങൾ ലോകക്കാരായിരിക്കവണ ലോകത്തിൽ ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തു. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ ശിഷ്യന്മാരെ കുറിച്ച് പറയുന്നത് കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോകും. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ആ വാക്യങ്ങൾ. ചിലപ്പോൾ അത് മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് ഓർപ്പിച്ചു തരട്ടെ. ഹല്ലേലൂയ. അതിന്റെ 14-ാം വാക്യം, 17-ന്റെ 14, 14-ഉം 16 വായിച്ചേ. ഞാൻ ലൗകികനല്ലാത്തതുപോലെ
അവരും ലൗകികന്മാരല്ലായക കൊണ്ട്. അപ്പോ നമ്മളെ ലോകം വായിക്കുന്നത് എന്താ? നമ്മൾ കാണിക്കുന്ന കുർത്തക്കേടുണ്ട്. ഞാൻ ലൗകികനല്ലാത്ത പോലെ അവരും ലൗകികന്മാരല്ല. ആര്? കർത്താവിന്റെ ശിഷ്യന്മാർ. 16-ാം വാക്യം, ഞാൻ ലൗകികനല്ലാത്ത പോലെ അവരും ലൗകികന്മാരല്ല, സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ. മതി, ഇതിന്റെ വചനം സത്യമാണ്. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ കർത്താവ് തന്റെ ഉപദേശം ശിഷ്യന്മാരെ ഏൽപ്പിച്ചു. പിതാവേ, നീ എനിക്ക് തന്ന വചനം ഞാൻ അവർക്ക് കൊടുത്തു, നിന്റെ വചനം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു. നീ എന്നെ ലോകത്തിലേക്ക് അയച്ചതുപോലെ ഞാൻ അവരെ ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നു. ഞാൻ ലോകക്കാരനല്ലാത്ത പോലെ അവരും ലോകരല്ല, ലോകം അവരെ പഠിച്ചു. ഹല്ലേലൂയ. ഞാൻ ലൗകികനല്ലാത്തതുപോലെ അവരും ലൗകികന്മാരല്ല. ഇന്നത്തെ പെന്തക്കോസ്തുകാരെ കുറിച്ച് അത് പറയാൻ പറ്റുമോ? പറയാൻ പറ്റിയാൽ നല്ലത്. അല്ലെങ്കിൽ മാനസാന്തരപ്പെട്ട് മടങ്ങി വന്നോളെ ദൂത് കേൾക്കുന്നു. ലോകക്കാരെ പോലെ ജീവിക്കുന്ന പെന്തക്കോസ്ത്, ലോകത്തിൽ നിന്ന് ഒപ്പിയെടുത്ത് ജീവിക്കുന്ന പെന്തക്കോസ്തുകാർ. നമ്മൾ അങ്ങനെ ആകരുത്. ഇതാ തനിച്ചു പാർക്കുന്ന ഒരു ജനം. അടുത്ത പറ. അല്ലല്ല, ഞാൻ പറഞ്ഞ വാക്യത്തിന്റെ വാക്യം. ഇതാ തനിച്ചു പാർക്കുന്ന ഒരു ജനം, ജാതികളുടെ കൂട്ടത്തിൽ അവരുണ്ട്. ഇന്നിപ്പോ എല്ലാം കൂടി ജാതി ഏത്? ഫോട്ടോച്ചിൽ ഒരു മീറ്റിങ്ങിന് പോയി, വലിയ ഉണർവ് പ്രാസംഗികൻ കോടീശ്വരനായ പാസ്റ്ററിന്റെ വീട്ടിൽ ഞാൻ മീറ്റിങ്ങിന് പോയി, ചർച്ചിൽ. എൻ്റെ മുന്നേ അമ്പലപ്പറമ്പിലാണ് ഇരിക്കുന്ന പോലെ. ബാക്കി ഞാൻ പറയണ്ടല്ലോ. അമ്പലപ്പറമ്പിൽ ഭജന കേൾക്കാൻ ഇരിക്കുന്ന പോലെ, അല്ലെങ്കിൽ സംഗീത കച്ചേരി കേൾക്കാൻ ഇരിക്കുന്ന പോലെ ജനം ഇങ്ങനെ ഇരിക്കുക. ഇതാ തനിച്ചു പാർക്കുന്ന ഒരു ജനം. അടുത്ത, ജാതികളുടെ കൂട്ടത്തിൽ അവരെ എണ്ണപ്പെടുന്നില്ല. നമ്മൾ ജാതികളെ പോലെ ജീവിക്കാനുള്ളവരല്ല. തനിച്ചു പാർക്കുന്ന ജനം. ഇസ്രായേൽ മക്കളുടെ പരാജയത്തിന്റെ പ്രധാന കാരണം എവിടെയാണെന്ന് നമുക്കൊന്ന് പറയാമോ? വചനജ്ഞാനത്തോടൊന്ന് പറയാമോ? അവർ പ്രമാണത്തിൽ നിലനിന്നിടത്തോളം കാലം അവരെ തൊടാൻ ഒരു ശത്രുവിനും കഴിയും. മോവാബ്യരും അവരുടെ സ്ത്രീകളും യഹൂദന്മാരുടെ മക്കളുമായിട്ട് എന്ത് ചെയ്തു? ഇടകലർന്നു, പാപം ചെയ്യാനിരിക്കാൻ. അബ്രഹാം പറഞ്ഞു, എൻ്റെ മകന് ഭാര്യ എടുക്കാൻ നേരത്ത് എൻ്റെ ചാർച്ചക്കാരുടെയും ബന്ധുമിത്രാദികളുടെയും അടുക്ക പോയി തന്നെ ഒരു ഭാര്യ എടുത്തു. എലയാസർ, പരിശുദ്ധാത്മാവിന് നിഴല, എലയാസറിനെ പറഞ്ഞു വിട്ടു. എലയാസർ അതുപോലെ ചെയ്തു. ഇന്നത്തെ കല്യാണങ്ങൾ നടക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടോ? എൻ്റെ പൊന്നി, സ്വത്രം. ഒരു പെണ്ണുമായിട്ട് ഒരു വീട്ടില് ഒരു ചെറുക്കൻ കയറി വന്നു, പെന്തക്കോസ്തുകാരൻ. അപ്പൊ അവരോട് ചോദിച്ചു, എടാ ഇതേതാ ഈ പെണ്ണ്? അത് ഇമെയിലിൽ നിന്ന് കിട്ടിയ ഇമെയിലാണ്. ഇമെയിലിൽ നിന്ന് കിട്ടിയ ഇമെയിലിൽ കൂടി ഒക്കെ സ്നേഹബന്ധമൊക്കെ സ്ഥാപിച്ചെടുത്ത് കിട്ടിയ ഫീമെയിലാണ് ഈ നിൽക്കുന്നത്. സ്വത്രം. കർത്താവ് പറഞ്ഞു, തക്ക തുണ, ഇണയല്ല തുണ. ഇണ പറന്നു പോകും, തുണ കൂടെ കാണും. പണ്ട് പാസ്റ്റർമാർ പറയും, നാഴി കഞ്ഞിയിട്ട് അതിൻ്റെ വെള്ളം ഒഴിച്ചു തരാൻ തുണയാണെങ്കിൽ കാണും, ഇണയാണെങ്കിൽ കാണത്തില്ല. അവർ ചാപ്പാടൊക്കില്ല, അവർ വേറെ പോയി ഭക്ഷിക്കും, നമ്മൾ വേറെ ഹോട്ടലിൽ പോയി കഴിച്ചോളൂ. ആ ഗതികെട്ട അവസ്ഥ വരും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, എല്ലാവർക്കും ഒരു ദൂതായിരുന്നോട്ടെ. നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു വേണം നമ്മുടെ കുടുംബജീവിതം പോലും ചെയ്തെടുക്കുക. ഒരു പവറിൽ ഞാനൊരു മാതാവിനോട് പറഞ്ഞു, നമുക്ക് പ്രായമായ വിവാഹപ്രായമെത്തിയ മക്കളുണ്ട്. അവരോട് ഞാൻ പറഞ്ഞു, പ്രാർത്ഥിച്ച് ദൈവം തരുന്ന ആ ഒരു ബന്ധം മാത്രമേ സ്വീകരിക്കാവൂ. അല്ലാത്ത സ്വീകരിച്ചാൽ എന്ത് പറ്റും? ലോകത്തിൽ കിടക്കുന്നത് കയറി വന്നാൽ എന്ത് സംഭവിക്കും? ഇതുപോലെ തലവേദന. യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം നിങ്ങൾക്ക് കാണാതറിയാമെന്ന് തോന്നുന്നു. വ്യഭിചാരികളായുള്ളവരെ, ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു. അടുത്ത, ലോകത്തിന്റെ സ്നേഹിതനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം ദൈവത്തിന്റെ ശത്രുവായി മാറുന്നു. ഈ വ്യഭിചാരിണി എന്ന് പറഞ്ഞാൽ എന്താ എൻ്റെ അർത്ഥം? ആത്മമണവാളനുമായിട്ട് വിവാഹബന്ധത്തിലേക്ക് ഏർപ്പെടാൻ നിർമ്മല കന്യകയായിട്ട് നമ്മളെ ആക്കി വെച്ചിരിക്കുക. ഈ നിർമ്മല കന്യയായ സഭ ലോകത്തോട് ഇടകലരുമ്പോൾ, ലോകത്തിലേക്ക് ഇറങ്ങിപ്പോകുമ്പോൾ, ലോകസ്നേഹം വരുമ്പോൾ മണവാളന് സ്വീകരിക്കാൻ കഴിയാത്ത ആത്മീകമായ വ്യഭിചാരത്തിലേക്ക് ദൈവസഭ പോവുകയാണ്.
ഒരു കർത്താവിന് ചേർക്കാൻ പറ്റത്തില്ല. അക്ഷരീയ വിചാരത്തെക്കുറിച്ചല്ല അവിടെ പറയുന്നത്. സഭ ലോകത്തിലേക്ക് ഇറങ്ങിയാൽ ലോകസ്നേഹം, ദൈവത്തോട് ശത്രുത്വം, ലോകത്തിന്റെ ഫാഷൻ, ലോകത്തിന്റെ രീതികൾ, ലോകത്തിന്റെ ചപ്പും ചവറും ദൈവസഭയ്ക്ക് നിഷിദ്ധമാണ്. വേർപാടും വിശുദ്ധിയും നഷ്ടപ്പെടുത്തിയ സഭകളാണ് ഇന്ന് ബഹുഭൂരിപക്ഷം. വേർപാടും വിശുദ്ധിയെക്കുറിച്ച് പ്രസംഗിക്കാത്ത പ്രാസംഗികരാണെന്ന് ബഹുഭൂരിപക്ഷം. പിതാക്കന്മാരൊക്കെ വേർപാടും വിശുദ്ധിയെക്കുറിച്ചൊക്കെ നന്നായിട്ട് പ്രസംഗിച്ചുകൊണ്ട് ഇന്ന് അതെല്ലാം കാറ്റിൽ പറത്തി. വേർപാടെവിടെ, വിശുദ്ധി എവിടെ? ഒന്നുമില്ല. എല്ലാം അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് പോകാനിടയായി. ഉൽപ്പത്തി പുസ്തകം ഞാൻ പല പ്രാവശ്യം പറഞ്ഞ ദൂത് എൻ്റെ അതിലോട്ട് കയറി വരിക, പിന്നെ പറയാതിരിക്കാൻ പറ്റത്തില്ല. ഉൽപ്പത്തി 5-ാം അധ്യായത്തിൽ 969 വർഷം ആയുസ് ലഭിച്ച മനുഷ്യലേക്ക് ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിലേക്ക് വന്നപ്പോൾ ജനം തങ്ങൾക്ക് ബോധിച്ചതുപോലെ നടന്നപ്പോൾ എന്ത് സംഭവിച്ചു? 969 എന്നുള്ള ദീർഘമായ ആയുസ് എത്രയിലേക്ക് പോയി? കറക്റ്റ് പറ, ഷാർപ്പ് പറ. 120 800 വർഷം ദൈവം കട്ട് ചെയ്ത് കളഞ്ഞു. എൻ്റെ ഹൃദയത്തിൽ ഒരു വലിയ മെസ്സേജായിട്ട് വേണ്ടി ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. ഇനിയിപ്പോൾ 50-55 ആകുമ്പോൾ നടക്കാൻ വയ്യ, ഇരിക്കാൻ വയ്യ, കിടക്കാൻ വയ്യ, അല്ലേ? കുറച്ചുകൂടിയൊക്കെ കഴിഞ്ഞാൽ അധോഗതിയാവും. കാരണം എന്താ? മനുഷ്യൻ പാപനിമിത്തം മനുഷ്യന്റെ ആരോഗ്യം പോലും ക്ഷയിച്ചു പോയി. ദൈവമക്കൾ ആരോഗ്യം ക്ഷയിച്ചാലും കർത്താവ് ആരോഗ്യം പോലൊക്കെ തരുന്നത് വേറെ വിഷയം. ലോകമനുഷ്യനോ ഈ ഇടയ്ക്ക് വരുന്ന പറയട്ടെ, 52 വയസ്സായപ്പോൾ ആള് നിറയെ പോയി. ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചപ്പോൾ പറഞ്ഞ് ആ യൂറിക് ആസിഡ് ഇത്ര ആയിപ്പോയി, ആ ആസിഡ് ഇത്ര ആയിപ്പോയി, അത് ഇത്ര ആയിപ്പോയി എന്ന് പറഞ്ഞ് പിന്നെ അവിടെ കിടത്തിയുള്ള കാശ് മുഴുവൻ അവർ വലിച്ചു വീട്ടിയെടുത്ത് കുറച്ചൊക്കെ ആക്കിയിട്ട് കൊണ്ടുവന്ന് വീട്ടി വിട്ടു. ഇപ്പോഴും പാകടയാണ് എൻ്റെ കൂട്ടുകാർ, എനിക്ക് എന്ത് സഹോദരൻ. 52 വയസ്സായിട്ടുണ്ട്. നടക്കാനും വയ്യ, ഇരിക്കാനും. ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് ചാടിക്കഴിഞ്ഞാൽ അവരൊരു ആ രോഗം ഒന്ന് ശകലം കുറച്ചിട്ട് വേറെ രോഗം നമ്മുടെ അതിലേക്ക് കയറ്റി വിട്ടിട്ട് പിന്നെ അങ്ങോട്ട് കയറ്റി വരും. ഇതിൻ്റെ ബാങ്ക് ബാലൻസോ എക്കണോമിയല്ലോ അവർ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർ ശരീരം കീറുന്നതോടൊപ്പം പേഴ്സും ഒന്നിച്ച് കീറും. ഇതൊക്കെ ഞാൻ പറയാതിരിക്കുന്നതിൻ്റെ കാരണം, പറഞ്ഞില്ലെങ്കിൽ തെറ്റാണ്. കാരണം നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് ബലം ഏറ്റെടുക്കണം, ശക്തി ഏറ്റെടുക്കണം, ആരോഗ്യം പ്രാപിക്കണം. സ്തോത്രം. യെശയ്യാപ്രവചനം 53-ാം അധ്യായത്തിന്റെ 4-5 വാക്യങ്ങൾ പഠിക്കുമ്പോൾ എന്താ വാക്യം പറയുന്നത്? സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, വേദനയെ അവൻ. പിന്നെ രോഗവും വേദനയും നമ്മൾ ചുമന്ന് നടക്കണത്. അവൻ ചുമന്നെന്ന് എഴുതി വെച്ചേക്കണേ, പിന്നെ നമ്മളെന്തിനാ ചുമക്കണേ? ദൈവത്തോട് പറയാൻ ക്ലെയിം ചെയ്യാൻ പാടില്ലേ? കർത്താവേ, നീ അത് ചുമന്നു, നീ അത് വഹിച്ചു, അതുകൊണ്ട് എനിക്ക് ഇച്ചിരി ആശ്വാസം തരണം, എനിക്ക് വിടുതൽ തരണം. നമുക്ക് തരും കർത്താവ്. ഞാനത് പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യനാ. അതുകൊണ്ടായി ധൈര്യമായിട്ട് പറയുന്നത്. ദൈവസന്നിധി പ്രാർത്ഥിച്ച് ദൈവജനം രോഗശാന്തിയും വിടുതലും ആരോഗ്യം പ്രാപിച്ചെടുക്കണം. അത് നമ്മുടെ വിശ്വാസത്തിന്റെ തീവ്രതയാണ് കാണിക്കുന്നത്. യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള വർത്തമാനം രക്തസ്രാവകാരി കേട്ടപ്പോൾ സുവിശേഷകൻ പറയുന്നത് ഒരായുസ് മുഴുവൻ, അല്ലേ, എത്രയോ വർഷം സമ്പത്ത് മുഴുവൻ നശിച്ച് നാമാവിശേഷമായ രോഗത്താൽ പരവശയായ സ്ത്രീ യേശുവിന്റെ വർത്തമാനം കേട്ടപ്പോൾ, യേശുവിന്റെ വർത്തമാനം കേട്ടപ്പോൾ എന്ത് ചെയ്തു ഫ്രാൻസിസെ? യേശുവിന്റെ വർത്തമാനം കേട്ടപ്പോൾ ഈ സ്ത്രീ എന്ത് ചെയ്തു? വന്ന ചോദ്യമൊക്കെ ചോദിക്കും ഞാൻ. യേശുവിന്റെ അടുക്കലേക്ക് പോയി, വായി നോക്കി വല്ലയിടത്തോട്ടും പോകാതെ. യേശുവിനെ കുറിച്ചുള്ള വർത്തമാനം കേൾക്കുക എന്ന് പറഞ്ഞാൽ സുവിശേഷം കേൾക്കുന്നില്ലേ അർത്ഥം? വചനം കേൾക്കുന്നില്ല അർത്ഥം? ആ വചനം കേട്ട് കഴിഞ്ഞാൽ പിന്നെ യേശുവിൻ്റെ അടുക്കൽ ഇടയ്ക്കിടയ്ക്ക് ചെല്ലണം. അപ്പോസ്തലന്മാർ യേശുവിൻ്റെ കൂടെ ആയിരുന്നു. അവർ പഠിപ്പില്ലാത്ത ഒരു സാമാന്യ മനുഷ്യരെന്നറിയാൻ ആശ്ചര്യപ്പെട്ടു. അവർ യേശുവിനോട് കൂടെ ആയിരുന്നു. ഞാൻ എന്തിനാ ഈ പറയുന്നത് വെച്ചാൽ, കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മൾ എപ്പോഴും ആയിരിക്കണം. എന്ന് വെച്ച് ലോകത്തിറങ്ങി പ്രവർത്തിക്കേണ്ടെന്നോ ജോലി ചെയ്യേണ്ടെന്നോ പഠിക്കേണ്ടെന്നോ ഒന്നും അർത്ഥമാകുന്നില്ല. നമ്മുടെ അത്യാവശ്യ കാര്യങ്ങൾ ചെയ്തിട്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചും വചനം ധ്യാനിച്ചും കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മൾ ആയിരിക്കുമ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ കർത്താവ് നിറവേറ്റി തരും. അതെന്തുമാകട്ടെ, സൗഖ്യമെങ്കിൽ സൗഖ്യം, വിടുതലെങ്കിൽ വിടുതൽ. ചിലർ പറയണത് വിശ്വാസവും ദൈവം തരുന്നതാണെന്ന്. എനിക്കതിന് വിയോജിപ്പുണ്ട്. കാരണം വാക്യങ്ങൾ അങ്ങനെ കിടക്കുന്നുണ്ട്. ഈ സ്ത്രീയുടെ കാര്യം തന്നെ എടുക്കാം, രക്തസ്രാവക്കാരി സ്ത്രീ. ആ ചെന്നിട്ട് വസ്ത്രം തൊട്ടപ്പോൾ എന്താ പറഞ്ഞു? എന്നെ തൊട്ടതാര്? ശിഷ്യന്മാർ ചോദിച്ചു. ശിഷ്യന്മാർ യേശുവിനങ്ങ് വഴക്ക് പറഞ്ഞു. ഇത്രയും ജനം തിങ്ങി പാർക്കുമ്പോൾ ആര് തൊട്ടെന്ന് എങ്ങനെ അറിയും? നിങ്ങൾ തൊട്ടതല്ല, വിശ്വാസത്തോടുകൂടി
ആരോ ഒരാളെന്നെത്തുന്നു. ആ സ്ത്രീ മറഞ്ഞിരിക്കുന്നു എന്ന് കണ്ടിട്ട് ആ സ്ത്രീ തന്നെ വെളിപ്പെടുത്തി, ഞാനാണ്. അപ്പൊ യേശു പറഞ്ഞ വാക്കെന്താ? സ്ത്രീയെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുക. നമുക്ക് വിശ്വാസം ഉണ്ടോ? നിങ്ങൾക്ക് രണ്ടുപേർക്ക് വിശ്വാസം ഉണ്ടോ ഒരു തലമുറ കിട്ടുമെന്ന്? വിശ്വാസം ഉണ്ടോ? പ്രാർത്ഥനയിൽ പിടിച്ചു വെച്ചേ, ദൈവത്തിൽ വെച്ച് പ്രാർത്ഥിക്കേ. വിശ്വാസമുണ്ടോ? ഞങ്ങൾക്കൊരു സന്തതി വേണം, ഒരു തലമുറ വേണം. ഹല്ലേലൂയ. ദൈവത്തോട് പ്രാർത്ഥിക്കുക. ആ പുറകിരിക്കുന്ന സഹോദരൻ 4-5 വർഷങ്ങളായി സന്തതിയില്ലായിരുന്നു. ഞങ്ങളൊക്കെ ശക്തമായിട്ട് പ്രാർത്ഥിച്ചു, ഒരു സന്തതി കർത്താവ് അനുവദിച്ചാൽ ഈ ജൂൺ മാസം ആ സന്തതി വെളിയിൽ വരും. അതിനോടനുബന്ധിച്ച് ഒരു പാർട്ടി ഇവിടെ ഒന്ന് നടത്തുകയും ചെയ്യും. നടത്തണം, ഒരു സന്തോഷ സൂചകമായി. സ്തോത്രം. അപ്പം നിങ്ങൾക്കും അത് തരും, തീർച്ചയായിട്ടും തരും. പ്രാർത്ഥന അത് പ്രാപിച്ചെടുക്കാൻ പറ്റും. വിശ്വാസത്തോടെ ദൈവത്തിൽ അടുത്ത് ചെന്നാൽ ഏത് വിഷയത്തിനും ദൈവം മറുപടി തരും, ഉറപ്പാണ്. ഹല്ലേലൂയ. അതൊക്കെ ഈ 1000 ആണ്ട് വാഴ്ചയുടെ വിഷയത്തിൻ്റെ ഇടയിൽ കയറി വന്നുകൊണ്ട് ഞാനത് പറഞ്ഞു പോയെന്നേ ഉള്ളൂ. നമുക്ക് വിഷയത്തിലേക്ക് മടങ്ങി വരാം. ഹല്ലേലൂയ. അതിന് വിശുദ്ധ വഴി എന്ന് പേരാകും. ഒരു അശുദ്ധനും അതിൽ കൂടി കടന്നു പോകുകയില്ല. ഞാൻ വിശുദ്ധനായിരിക്കാൻ നിങ്ങളും വിശുദ്ധരായിരിക്കുമെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. അവൻ അവരോടുകൂടെ ഇരിക്കും. വഴിപോക്കർ ഭോഷന്മാർ പോലും വഴിതെറ്റിപ്പോകയില്ല. ഒരു സിംഹവും അവിടെ ഉണ്ടായിരിക്കുകയില്ല, ഒരു ദുഷ്ടമൃഗവും അവിടെ കയറി വരികയില്ല, കാണുകയുമില്ല. വീണ്ടെടുക്കപ്പെട്ടവർ അവിടെ നടക്കും. അങ്ങനെ യഹോവയാൽ വീണ്ടെടുക്കപ്പെട്ടവർ മടങ്ങി ഉല്ലാസഘോഷത്തോടെ സിയോനിലേക്ക് വരും. നിത്യാനന്ദം അവരുടെ തലമേലുണ്ടായിരിക്കും. അവർ ആനന്ദവും സന്തോഷവും പ്രാപിക്കും. ദുഃഖവും നെടുവീർപ്പും വെളിപ്പാട് 21 നമ്മൾ 5 കൂട്ടം വായിച്ചില്ലേ? ആ ദുഃഖവും നെടുവീർപ്പൊക്കെ ഇവിടെ പറയുന്നുണ്ട്. അതെല്ലാം നമ്മൾ വിട്ടുകൂടിപ്പോകും. എപ്പോഴാണ്? 1000 ആണ്ട് വാഴ്ച. അതുകൊണ്ട് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെല്ലാവരും 1000 ആണ്ട് വാഴ്ചയിൽ സർവശക്തനായ ദൈവത്തിൻ്റെ ഭരണത്തിൻ്റെ സീമയുടെ കീഴിൽ എൻ്റെ കർത്താവെ ഞാനായിരിക്കുവാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. ഞാൻ എന്നെ സമർപ്പിക്കുന്നു. ആ 1000 ആണ്ട് വാഴ്ചയിൽ കർത്താവിനോടൊപ്പം വാഴുവാൻ, ജാതികളെ ന്യായം വിധിക്കുന്ന അവസ്ഥ. പിന്നൊന്ന് ഞാൻ പറഞ്ഞല്ലോ, പൗലോസ് പറഞ്ഞ രണ്ടാമത് എന്താ? ജാതികളെ ന്യായം വിധിക്കും. മറന്നുപോയോ? ദൂതന്മാരെ ന്യായം വിധിക്കും. ഇസ്രായേൽ ഗോത്രം 12-നെയും ആരൊക്കെ ന്യായം വിധിക്കും? അപ്പോസ്തലന്മാർ ന്യായം വിധിക്കും. ഇസ്രായേൽ ഗോത്രം 12-നെയും അവർ ന്യായം വിധിക്കുമ്പോൾ ദൂതന്മാരെ ആര് വിധിക്കും? ജാതികൾ. ഈ ലോകത്തെ ആര് വിധിക്കും? ജാതികൾ. അങ്ങനെ വിധിക്കുന്ന അവസ്ഥയിൽ ഇരിക്കുന്ന നിങ്ങളാണോ തമ്മിൽ തല്ലി വഴക്കുണ്ടാക്കി കോടതിയിൽ പോയി കേസ് കൊടുത്ത് പോകുന്നുവെന്ന് ദൈവദാസൻ അവരെ ശാസിക്കുകയും തർജ്ജനം ചെയ്യുക? ദൂതന്മാരെ വിധിക്കേണ്ട നിങ്ങൾ, ജാതികളെ വിളിക്കേണ്ട നിങ്ങൾ. 1000 ആണ്ട് വാഴ്ചയിൽ ദൂതന്മാരെയും ജാതികളെയും ന്യായവിധിക്കാൻ ഏൽപ്പിക്കപ്പെടുന്ന നമ്മൾ ഇവിടെ ഒരു ചെറിയ കാര്യമുണ്ടായാൽ ന്യായ തീർപ്പിനായിട്ട് കോടതി പോകുന്നു എന്ന് പറഞ്ഞ് ശാസിക്കുക ചെയ്യുന്നത്. ഇന്നത്തെ പെന്തക്കോസ്തുകാരുടെ തലപ്പത്തിരിക്കുന്നവർക്ക് ആർക്കും ഈ വാക്യം ഇതുവരെ അവരുടെ കണ്ണിൽ പെട്ടിട്ടില്ല. അതിന് ഞാൻ പറയുന്ന ഒരു മറുപടി കേട്ടാൽ നിങ്ങൾ പേടിക്കുകയൊന്നും ചെയ്യരുത്. പൗലൂസ് ന്യായപ്രമാണം പ്രസംഗിച്ച് നടന്നപ്പോൾ അവൻ്റെ അവസ്ഥ എന്തായിരുന്നു എന്ന് പറഞ്ഞു. അവൻ്റെ കണ്ണിൽ ചെതുമ്പലിരിക്കുകയാണ്. അനന്യാസ് പ്രാർത്ഥിച്ചപ്പോൾ എന്ത് ചെയ്തു? ചെതുമ്പൽ വീണ് പോയി. ഇന്ന് പല പാസ്റ്റർമാരുടെയും കണ്ണിൽ ചെതുമ്പലിരിക്കുന്നു എന്ന് ഓർക്കുമ്പോൾ ഞങ്ങൾക്ക് സങ്കടമുണ്ട്. ഈ ചെതുമ്പൽ വീഴാനായിട്ട് ദൈവസേനയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുക. ചിലർക്ക് സ്കൂളിൽ പോകാത്ത ഉപദേശിമാരും ആത്മീയ നിയോഗത്താൽ വന്ന് പ്രാർത്ഥിച്ച് നിങ്ങളുടെ തലയിലോട്ട് കൈവച്ചാൽ ഡോക്ടറും റവറൻറ്റും ആയിരിക്കുന്ന നിങ്ങളുടെ തലയിൽ നിന്നൊക്കെ നിങ്ങളുടെ കണ്ണിൽ നിന്നൊക്കെ ചെതമ്പൽ വീണുപോകും. അപ്പോൾ സ്തോത്രം 1 കൊരിന്ത്യർ ലേഖനം 6-ാം അധ്യായത്തിൽ ജാതികൾ ഈ ഭൂമിയെ വിധിക്കും, ദൂതന്മാർ നിങ്ങൾ വിധിക്കുമെന്നറിയുന്നില്ലയോ? നിസാര കാര്യങ്ങൾ വിധിക്കാൻ നിങ്ങൾക്ക് കഴിയില്ലയോ? ഒരു പ്രാപ്തിയുള്ളവർ നിങ്ങളുടെ ഇടയിൽ ഇല്ലയോ? പൗലോസ് ചോദിക്കുക. ആ പൗലോസിന്റെ ഗർജനം ഇന്ന് പലക്കാലം ഞാൻ ശക്തിയോടെ വിളിച്ചു പറയും. പെന്തക്കോസ്തിന്റെ തലപ്പത്തിരിക്കുന്ന പ്രസിഡന്റുമാരെ, ഡോക്ടർമാരെ, റവറന്റുമാരെ, നിങ്ങൾ എന്തിനാണ് ആ തലപ്പത്തിരിക്കുന്നത്? നിങ്ങളുടെ സഭയിൽ ഉണ്ടാകുന്ന പ്രശ്നം തീർക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ രാജിവെച്ച് പുറത്തു പോകൂ.
നമ്മുടെ മന്ത്രിമാരോട് ആൾക്കാർ പറയുന്നുണ്ട്, ദൈവസഭയോടാണ് ഞാൻ ഇത് വിളിച്ചു പറയുന്നത്. 1000 ആണ്ട് വാഴ്ചയിൽ നമ്മൾ ആരെ ഭരിക്കേണ്ടവരാ? ലോകത്തെ ജഡ്ജ് ചെയ്യേണ്ടവരാ, ദൂതന്മാരെ ജഡ്ജ് ചെയ്യേണ്ടവരാ. ഈ ലോകത്തിന്റെ ഭംഗി ആസ്വദിച്ച് സന്തോഷത്തോടെ ഈ ലോകത്തിലെ കാര്യമോ പറയുന്നത്, സ്വർഗത്തിലെ അല്ല. 1000 ആണ്ട് വാഴ്ച ഈ ഭൂമി വെച്ച പുതിയ ആകാശം പുതിയ ഭൂമിയാണ് സ്വർഗത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഇത് ഈ ഭൂമിയിൽ നടക്കുന്ന കാര്യം. ഞാൻ എൻ്റെ വാക്കുകളിലൂടെ സംവദിക്കുക. അല്പസമയം നമുക്കൊന്ന് ആരാധിക്കണം ദൈവത്തെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യെശയ്യാപ്രവചനം 35 അവസാന ഭാഗം എഴുതിയിരിക്കുന്ന എന്താ? നിത്യാനന്ദം അവരുടെ തലമേലുണ്ടാകും. നിത്യാനന്ദം അവരുടെ തലമേലുണ്ടാകും. ഘനപ്പെട്ട ചില വാക്യങ്ങളും അതിൻ്റെ പഠിപ്പീരുകളും ഒക്കെ നമുക്ക് അടുത്ത പ്രാവശ്യം നമുക്കത് പഠിക്കാം. സ്തോത്രം. ഇന്ന് മുൽക്കാലം നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. ഹല്ലേലൂയ, എല്ലാ കണ്ണുകളും അടച്ചാട്ടെ. ഞാൻ എന്തിനാ ഇത്ര നേരം നിന്ന് കണ്ടുക്ഷോഭം ചെയ്തത്? 1000 ആണ്ട് വാഴ്ചയുടെ രാജഭരണം നമ്മുടെ മുൻപിൽ വരാൻ പോവുകയാണ്. കർത്താവിനെ കുറിച്ച് സ്തോത്രം വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്, യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? അവൻ രാജാവാണ്. അവൻ ജനിച്ചപ്പോൾ രാജാവാണ്. അവൻ മരിച്ചപ്പോൾ രാജാവാണ്. അവൻ ഇനി വരുന്നതും രാജാവായിട്ടാണ്. ഈ ലോകത്തെ ഭരിക്കുവാൻ അവൻ വരുന്നു. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാംശം പ്രാപിച്ച് വിശുദ്ധിയിലും വേർപാടിലും ജീവിക്കുന്ന ദൈവസഭയെ, ദൈവമക്കളെ, നിങ്ങൾക്ക് അവരോടൊപ്പം ഒരു അവകാശം വേണ്ടി. കാണുന്നതിനല്ല, കാണാത്തതിനെത്രേ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഈ ഭൂമിയിലെ രാജഭരണം നമുക്ക് കാണാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. എന്നാൽ ആത്മാവിൽ കാണാൻ നമുക്ക് കഴിയണം. ആ രാജവാഴ്ചയ്ക്ക് വേണ്ടി നമ്മൾ ദൈവസന്നിധിയിൽ ആയിരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. രാജാക്കന്മാരുടെ രാജാവേ എന്നൊക്കെ പറഞ്ഞ് ഇവിടെ അനേകർ കിടന്ന് പാട്ടുപാടി സന്തോഷിക്കാറുണ്ട്. എൻ്റെ ചിന്ത അതല്ല. ഹല്ലേലൂയ. ആ രാജാക്കന്മാരുടെ രാജാവ് ഭരിക്കുമ്പോൾ ആ രാജാവിൻ്റെ ഭരണസീമയ്ക്കുള്ളിൽ ഞാൻ ആയിരിക്കുമോ എന്നുള്ളതാണ് എൻ്റെ ചിന്ത. ഞാൻ ആയിരിക്കണമെന്നുള്ളതാണ് എൻ്റെ ചിന്ത. അതിനെനിക്ക് കൃപ ലഭിക്കണമെന്നുള്ളതാണ് ചിന്ത. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ മനോഭാവം എങ്ങനെയിരിക്കുന്നു? ദൈവത്തോട് നിങ്ങളിന്ന് പ്രാർത്ഥിച്ചാട്ട്. കർത്താവേ, കഷ്ടതകൾ നിറഞ്ഞ, കണ്ണുനീര് നിറഞ്ഞ, ദുഃഖം നിറഞ്ഞ, മരണം നിറഞ്ഞ, ഹല്ലേലൂയ, ഈ ഭൂമിയിൽ കഷ്ടതയുണ്ട്, കണ്ണീരുണ്ട്, ദുഃഖമുണ്ട്, മരണമുണ്ട്, കഷ്ടതയുണ്ട്. 1000 ആണ്ട് വാഴ്ചയിലും പുതിയ ആകാശം പുതിയ ഭൂമിയിലും ഇത് 5 കൂട്ടങ്ങളുമില്ല. അങ്ങോട്ട് പോകാനുള്ള പ്രത്യാശയും അതിനുള്ള സന്തോഷവും, അതിനുവേണ്ടി ദൈവവചനം പഠിക്കുകയും അതിനുവേണ്ടി ദൈവവചനം ധ്യാനിക്കുകയും അതിനുവേണ്ടി ദൈവവചനം മറ്റുള്ളവരോട് പറയുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നവരായി തീരുവാൻ കർത്താവ് നമുക്ക് കൃപ തരട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാവർക്കും സ്തോത്രം ചെയ്യാം. അല്പസമയം സ്തോത്രം ചെയ്താട്ടെ. പൂരബാധന, ശകാലബാധന. സ്തോത്രം, സ്തോത്രം. നമ്മുടെ പ്രത്യാശ ഉണരട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൂഡബാധല, ശിഖാബാല, സന്തരാചര. ഈ ബരാധല, ഗുദല, ബദല, ഖസരഗദര, ഗക്ഷപരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ സ്തോത്രം, 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 സ്തോത്രം. കണ്ടിടും, കണ്ടിടും പ്രിയനെ ഞാൻ കണ്ടിടും, അന്യനല്ല. ഓ സ്വന്തം കണ്ണാൽ കണ്ടിടോ, കണ്ടിടോ, കണ്ടിടോ പ്രിയനെ ഞാൻ കണ്ടിടോ, അന്യനല്ല. സ്വന്തം തൻ്റെ മുഖം കണ്ടിടോ. യേശുവേ ബണാളനേ പ്രത്യാശ ദൈവമേ. യേശുവേ ബണാ പ്രത്യാശ ദൈവമേ. എന്നാശ ഒന്നു മാത്രമേ, നിന്നെ കാണുവാൻ തേജസ്സിൽ. എന്നാശ ഒന്നു മാത്രമേ, നിന്നെ കാണുവാൻ തേജസ്സിൽ. കണ്ടിടോ, കണ്ടിടോ, കണ്ടിടോ മന്യനൽ സ്വന്ത കണ്ണ തൻ്റെ മുഖം കണ്ടിടോ, കണ്ടിടോ, കണ്ടിടോ പ്രിയനെ ഞാൻ കണ്ടിടോ, അന്യനല്ല. സ്വന്ത തൻ്റെ മുഖം കണ്ടിടോ. യേശുവേ ബണാളനേ പ്രത്യാശ ദൈവമേ. യേശുവേ
എന്നാശ ഒന്നു മാത്രമേ, അങ്ങേ കാണും കാന്തിൻ തേജത്തിൽ. എന്നാശ ഒന്നു മാത്രമേ, അങ്ങേ കാണും കാന്തിൻ തേജസ്സിൽ. ഹല്ലേലൂയ. ഉവരവദല ശിഖരവദന ഉജരഭാരവദല വിശ്വരംഗലവദാരവ വിദരബൗദഗരാദല വിശ്വരംഗലവദാരവ വിദരവലഗദിരജനവദരഗ വിദരവദിന ശരവദദിരജന വിദരബൗദഗരാദല വിശ്വരംഗലവദാരഗദിര. കർത്താവേ, വചനത്തിനുമ്പാകെ നമുക്ക് നമ്മെ സമർപ്പിക്കാം. എത്രയോ മനോഹരമായ വചനങ്ങളാണ്, എത്രയോ പ്രത്യാശ നിർഭരമായ വചനങ്ങളാണ്. കാണുന്നതൊക്കെയും താൽക്കാലികം, കാണാത്തതോ നിത്യം. നമുക്ക് ദൈവം തരുന്ന അനുഗ്രഹങ്ങൾ നിത്യമായ അനുഗ്രഹമാണ്. 1000 ആണ്ട് വാഴ്ചയിൽ പുതിയ ആകാശം പുതിയ ഭൂമിയിലും നമുക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. ദുഃഖങ്ങളൊന്നുമില്ല, കഷ്ടതകളൊന്നുമില്ല, പ്രയാസങ്ങളൊന്നുമില്ല, നിരാശകളൊന്നുമില്ല. ഈ ഭൂമിയിൽ ഇതൊക്കെയും ഉണ്ട്. ഇതൊക്കെ മാറ്റി ആ സ്വർഗീയ സന്തോഷത്തിൻ്റെ തിമിർപ്പിൽ ആയിരിക്കുന്ന അവസരങ്ങൾ ആസന്നമായിരിക്കും. ദൈവസഭ മാറ്റപ്പെട്ട് 7 വർഷത്തിന് ശേഷം 1000 ആണ്ട് വാഴ്ചയ്ക്ക് വേണ്ടി ദൈവമക്കൾ ആർത്തിയോടെ കാത്തിരിക്കണം. ആ 1000 ആണ്ട് വാഴ്ചയിൽ സ്വർഗീയ പിതാവിനോടൊപ്പം സന്തോഷത്തോടുകൂടി ആയിരിക്കുവാൻ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത് പ്രത്യാശ നിർഭരമായ ഒരു ക്രിസ്ത്യ ജീവിതം നയിച്ച് കർത്താവിൻ്റെ വരയിൽ വേണ്ടി ഒരുങ്ങുവാൻ ഈ വചന കേൾവി മുഖാന്തരമായി ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. കർത്താവ് ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ, 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 ആമേൻ.